പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ ആരും കാണുന്നില്ല, നമ്മുടെ അവസ്ഥ ചോദിക്കാൻ ആരുമില്ല, നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ കരത്തെ പിടിക്കാൻ ആരുമില്ല എന്നിത്യാദി വേദനയിൽ ഭാരത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതെ, ചില വ്യക്തികളെ വിളിച്ചു വരുത്തി, ചില വ്യക്തികളെ അയച്ച് ദൈവം നമ്മുടെ വിഷയത്തിനകത്ത് കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ദൈവം നമ്മോട് ചെയ്യാൻ പോകുന്നു. വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രവിക്കുക. 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തിയിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. രാജ്യം ഭരിക്കുന്ന രാജാവ് ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമാണ്: എനിക്ക് യോനാഥാൻ്റെ നിമിത്തം അവൻ്റെ കുടുംബത്തിലെ ആരോടെങ്കിലും എനിക്ക് ദയ കാണിക്കണം. അത് ഈ പ്രാരംഭ സെക്കൻഡുകളിൽ ചില വ്യക്തികളെ നോക്കി പ്രവചന ശബ്ദമായി കൈമാറുന്നു. നാളിതുവരെ എൻ്റെ കരത്തെ പിടിക്കാൻ ആരുമില്ല, എൻ്റെ അവസ്ഥയിൽ എന്നോട് മനസ്സലിയാൻ ആരുമില്ല എന്ന് പ്രാർത്ഥിച്ച് മനമുരുകി കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ചില വ്യക്തികളെ നിങ്ങൾക്ക് ഒരുക്കാൻ ദൈവം സന്നദ്ധനാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദാവീദ് ചോദിക്കുകയാണ്, അതെ 1-ാം വാക്യം, അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ? അതേ പ്രിയപ്പെട്ടവരെ, ചിലർ നിമിത്തം അങ്ങയോട് ദൈവം കരുണ കാണിക്കാൻ പോകുക, ദയ കാണിക്കാൻ പോകുക. രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുക, അതെ, എൻ്റെ ഹൃദയത്തിനകത്തൊരു ആത്മഭാരം കിടക്കുന്നു. ശൗലിൻ്റെ കുടുംബത്തിൽ യോനാഥാൻ്റെ നിമിത്തം എനിക്ക് ദയ കാണിക്കണം. ആരെങ്കിലും ഉണ്ടോ? അതെ, ഈ യോനാഥാൻ ദാവീദിനോട് പറ്റി നിന്ന സമയങ്ങൾ മറന്നു കളയാത്ത, യോനാഥാൻ ദാവീദുമായി ചേർന്ന് നിന്ന സമയത്തെ മറന്നു കളയാത്ത ഒരു രാജാവ് രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇന്നലകളിൽ അവൻ്റെ കൂടെ നിന്ന യോനാഥാനെ മറന്നുപോകാത്ത ദാവീദ് ചോദിക്കുകയാണ്, അവൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അവനെ ആളയച്ചു വരുത്തണം, അവനോട് എനിക്ക് ദയ കാണിക്കാനുണ്ടെന്നേ. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അങ്ങയുടെ കുടുംബത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? ഉപവസിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്തോത്രം. അതൊന്നും മറന്നു കളയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആ തലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ദയ കാണിക്കുവാൻ നാം പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ കരുണയുടെ കരം നീട്ടി ദൈവം അവരെ എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. കർത്താവിന് സ്തോത്രം. രാജാവിൻ്റെ ചോദ്യമാണ്, എനിക്ക് യോനാഥാനെ മറക്കാൻ കഴിയത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൺകലങ്ങി മനസ്സുരുകി കരഞ്ഞ പ്രാർത്ഥനകൾ എൻ്റെ ദൈവം മറക്കത്തില്ല. രാജ്യം ഭരിക്കുന്ന രാജാവ് അങ്ങനെ ചോദിച്ചെങ്കിൽ നിത്യരാജാവായ രാജാതിരാജാവായ സർവശക്തനായ ദൈവം ഈ സമയം കൈമാറുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ചോദിച്ചെങ്കിൽ ഭൂലോകത്തെയും സൃഷ്ടിച്ച ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തിയുള്ള ദൈവം അങ്ങയുടെ കരച്ചിലിനെ കണ്ട് ചില വ്യക്തികളെ അങ്ങയ്ക്കു വേണ്ടി ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. താഴോട്ടുള്ള വാക്യത്തിൽ യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന്, മെഫീബോശേത്ത് എന്ന ഒരു മകനുണ്ട് എന്ന് സീബ പറയുകയാണ്. രാജാവിൻ്റെ അടുത്ത തീരുമാനം, അവൻ്റെ 2 കാലും മുടന്തിയിട്ട് യോനാഥാൻ ഒരു മകനുണ്ടെന്നാണ് പറഞ്ഞത്. രാജാവ് പറയുക, 9:5 പറയും, അവനെ ആളയച്ചു വരുത്തുക. ദൈവത്തിന് സ്തോത്രം. അവനിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത്, ഏത് അവസ്ഥയിലാണ് അവൻ ഇരിക്കുന്നത്, ഒന്നും എനിക്കറിയണ്ട. അവനെ ആളയച്ചു വരുത്താൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറുകളിൽ നിങ്ങളെ ആളയച്ചു വരുത്തുന്ന ചില വ്യക്തികളെ അയച്ച് നിങ്ങളെ കരത്തെ താങ്ങുന്ന, നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇറങ്ങിയിരുന്ന് ഭാരത്തോടിരിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ദൈവം ചിലരെ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ കൊടുക്കുക. കർത്താവിന് സ്തോത്രം. നാളിതുവരെ ചോദിച്ചിട്ടില്ലേ?
ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ പോസിറ്റീവായിട്ട് എൻ്റെ വിഷയത്തിൽ ഒരു മറുപടിയും ചലിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് പോകുകയുള്ളെന്ന എൻ്റെ ചിന്ത. പക്ഷെ ഇന്ന് അങ്ങനെ ചിന്തിച്ച പറഞ്ഞ വേദനപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ അങ്ങനെ ഇരിക്കത്തില്ല. ആളയച്ചു പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കും. ആളയച്ചു ചിലരെ നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നേ. ആമേൻ. ദൈവം നമ്മെ മറന്നു കളയാത്ത ദൈവമാണ്. ആളയച്ചവനെ വിളിക്കാൻ ലോദബേരിൽ നിന്ന് അമിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത താഴോട്ടുള്ള വാക്യത്തിൽ 7-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് മെഫീബോശേത്തിനോടൊരു പദം പറയുക. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് യോനാഥാന്റെ നിമിത്തം. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദര, അങ്ങയുടെ കരച്ചിലിന് മുമ്പിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൈമാറുകയാണ്. അങ്ങയുടെ പ്രാർത്ഥന നിമിത്തം ചിലരെ അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാ. അങ്ങയുടെ കരച്ചിലിൻ്റെ ആമേഷ്ടത്ര മറുപടി എന്ന വേണം ചിലരെ ദൈവം അങ്ങയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യാൻ പോകുകയാ. ആരുമില്ലെന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങളില്ലേ, എന്നെ ഒന്ന് അന്വേഷിക്കാൻ പോലുമില്ല, എൻ്റെ സുഖവിവരങ്ങൾ ചോദിക്കാൻ പോലും ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെ മനസ്സിനകത്ത് സമ്മർദ്ദം തേടിയൊരു സമയങ്ങളില്ലേ. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ സമയം കൈമാറുന്നു. ആളയച്ചു വിളിക്കുന്നൊരു ദൈവപ്രവൃത്തി ചലിക്കാൻ പോകുകയാണ്. അസാധാരണ ദയ കാണിക്കുന്ന ദൈവം. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ ഒരേ ഇരിപ്പിൽ എന്നും തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ആ വാക്യത്തിൽ ദാവീദ് പറയാം, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. അടുത്ത പദം, നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് ഞാൻ മടക്കി തരുന്നു. തീർന്നില്ല. അടുത്ത പദം, നീയോ ആമിഷ്ടോത്രം നിത്യം എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ഇന്നലകളിൽ ഇരുന്നൊരു അവസ്ഥയില്ലേ, ഇന്നലകളിൽ എന്നെ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞില്ലേ, എൻ്റെ അവസ്ഥ ഇങ്ങനെ അങ്ങ് തീരും, എനിക്കൊരു വിടുതൽ കിട്ടുകയില്ലെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞ സന്ദർഭങ്ങൾ കാണും. അതിനെ തിരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൈമാറുകയാണ്. അതേ, നീ നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് രാജാവ് പറയുക. നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെ ഞാൻ നിനക്ക് മടക്കി തരുമെന്ന്. എവിടെ തകർന്നു പോയെന്ന് പറഞ്ഞോ, എവിടെ എല്ലാവരും എന്നെ മറന്നുപോയെന്ന് പറഞ്ഞോ. ഒരു കാലത്ത് എൻ്റെ അപ്പൻ രാജാവായിരുന്നു, പക്ഷെങ്കിൽ എൻ്റെ സമയം വന്നപ്പോൾ എൻ്റെ കാലും മുടന്തിയിരിക്കുന്നു, എന്നെ കാണാൻ ആരുമില്ലെന്നൊക്കെ പറഞ്ഞു വേവലാതിപ്പെട്ടിരുന്ന സമയത്ത് നിന്ന് മെഫീബോശേത്തിനോട് ദൈവം അസാധാരണ ദയ കാണിക്കുന്നത് ഇവിടെ വായിക്കുകയാണ്. ദാവീദ് പറയുക, നീ ഭയപ്പെടണ്ടെന്നേ, ഇനിയും നീ ഇന്നലെ വരെ ഇരുന്ന അവസ്ഥയിൽ ഇരിക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഒരു പ്രവചന ശബ്ദമായി ഇത് സ്വീകരിച്ചോ. അതിപ്പോൾ ഈ മിനിറ്റുകളിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് നിങ്ങളെ ഭാരപ്പെടുത്തിയ വിഷയത്തിനകത്ത് ചലിക്കുക. നാളിതുവരെ ഇരുന്ന അവസ്ഥയിൽ ഇരിക്കത്തില്ല. അടുത്ത ചില ദൈവപ്രവർത്തികൾ ചിലരെ ആളയച്ച് നിങ്ങളെ വിടുവിക്കാനും കരത്തെ പിടിക്കാനും ആമിഷ്ടത്രം ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചെയ്യാനും ദൈവസന്നദ്ധനായ ദൈവമാണ്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമിഷ്ടോത്ര മെഫീബോശേത്ത് രാജാവിനോടൊരു ചോദ്യം. അതെ, അവൻ നമസ്കരിച്ചിട്ട് ചോദിക്കുക, ചത്തമായെപ്പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയനെന്തുള്ളൂ? അതെ, ഒരു വിടുതലും കാണാതിരിക്കുമ്പോൾ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകാറുണ്ട്. എന്നെ എങ്ങനെ വിടുവിക്കാനാ, ഞാൻ വിടുവിക്കപ്പെടുമോ, ഞാൻ വലിയ പാപിയാണെന്നൊക്കെയാണ് ആമേസ്തോത്രം പലരുടെയും ചിന്ത. അയ്യോ, അങ്ങനെയല്ലെന്നേ, അടിയന് വേണ്ടിയിട്ട് ആമേസ്തോത്രം എന്തിങ്ങനെ ചെയ്യാൻ മെഫീബോശേത്ത് ചോദിച്ചപ്പോൾ അവനോടൊരു ദൈവിക ദൂത് പറയാനുണ്ട്. ദൈവം ആരെയും മറന്നു കളയുന്ന ദൈവമല്ല. ആമേസ്തോത്രം അസാധാരണ ദയ കാണിച്ച് ദൈവപ്രവർത്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. മെഫീബോശേത്തെ എന്നും തളർന്നും തകർന്നും ഇരിക്കാൻ അനുവദിക്കത്തില്ല ദൈവം. ദൈവത്തിൻ്റെ ദയ അങ്ങയുടെ കുടുംബത്തിനകത്ത് യോനാഥാൻ നിമിത്തം ചെയ്യാൻ ദൈവം സന്നദ്ധനാണ്. ഇന്നു പകൽ ദാവീദിനോട് പറ്റി നിന്ന യോനാഥാൻ്റെ കുടുംബത്തോട് യോനാഥാൻ നിമിത്തം ഇങ്ങനെ ദയ ചെയ്തെങ്കിൽ ദൈവത്തോട് പറ്റി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കിയൊരു പ്രവചന ശബ്ദം കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ പോകത്തില്ല. ദൈവം
നിശ്ചയമായി മറുപടി തരും. നാം പ്രതീക്ഷിക്കാത്ത മറുപടികൾ ആമേൻ സ്തോത്രം വെളിപ്പെടുത്തുവാനിടയായി തീരും. എന്നിട്ട് താഴോട്ടുള്ള വാക്യത്തിൽ വായിക്കുകയാണ്. 11-ാം വാക്യത്തിൽ ദാവീദ് രാജാവ് പറയാണ്, മെഫീബോശേത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ. ഇന്നലെ വരെ ഇരുന്ന അവസ്ഥ ഏതാണോ? എന്നെ ആരും അറിയത്തില്ല, കാണുന്നില്ല, ആരും തേടി വരാനില്ല, കാല് രണ്ടും മുടന്തി സ്വയമായി മുന്നോട്ട് പോകാൻ കഴിയാതെ ആമേൻ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അസാധാരണ ദയ കാണിച്ചു. പ്രാർത്ഥിക്കുന്നതിൽ മടുത്തു പോകരുതേ, ഉപവസിക്കുന്നതിൽ മടുത്തു പോകരുതേ. ആമേൻ രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ മെഫീബോശേത്തിനെ ഉയർത്തിയെടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. നിന്റെ സാഹചര്യങ്ങളെ നോക്കാതെ സ്ഥിതികളെ മാറ്റി ദൈവപ്രവർത്തി ചലിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ട്. ലാസ്റ്റ് വാക്യം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ മെഫീബോശേത്ത് യെരൂശലേമിൽ തന്നെ വസിച്ചു, രാജാവിൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് രണ്ടും മുടന്തിയിരുന്നു. നിന്റെ ബലഹീനതകളെ നോക്കാതെ ദൈവപ്രവർത്തി നിന്റെ മേൽ ചലിപ്പിക്കുന്നൊരു ദൈവമാണ്. നാം പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദയ ദൈവം നിങ്ങളുടെ മേൽ, എൻ്റെ മേൽ ചെയ്യുവാനിടയായിത്തീരും. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് തേടി വരുന്നൊരു ദൈവപ്രവർത്തിയുണ്ട്. പ്രാർത്ഥനയിൽ മടുത്തുപോയി ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, എന്നെ ആരും കാണുന്നില്ലെന്നല്ല, ചില ആമിഷ്ടോത്ര മുൻപന്തിയിൽ നിൽക്കുന്ന വമ്പന്മാരെ അയച്ച് വിളിച്ചു വരുത്തി ആദരിക്കുന്നൊരു സമയം വെളിപ്പെടുന്നുവെന്ന് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാൻ തയ്യാറെടുക്കുക. അതേ, ആളയച്ചു വിളിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ തേടി വരുന്നൊരു ദൈവമുണ്ട്, എന്നും ഒരേ സ്ഥിതിയിൽ തുടരാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃ സന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.